തമിഴിന്ന് ഒരു ഹൊറർ സിനിമ OTT റിലീസ് ചെയ്യുന്നുണ്ട്. സോ തമിഴ് ഹൊറർ പടങ്ങൾ പറയുമ്പോൾ സുന്ദർ സി അണ്ണന്റെ ഹൊറർ കോമാളിത്തരം അങ്ങനത്തെ സിനിമയല്ല. ദിസ് ഈസ് എ റിയൽ ഹൊറർ മൂവി ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. തമിഴ് സിനിമയല്ല, ആദ്യത്തെ ഫൂട്ടേജ് ബേസ്ഡ് ഹൊറർ സിനിമയാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. സോ സിനിമയുടെ പേര് മർ എന്നാണ്. ആമസോൺ പ്രൈമിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ അവർ എഴുതി കാണിക്കുന്നുണ്ട് ഒരു 4 യൂട്യൂബേഴ്സും അതേപോലെ ഒരു വില്ലേജിലുള്ള ഒരു കൊച്ചും കൂടി തിരുവണ്ണാമലൈ പറഞ്ഞിട്ട് ഒരു കാട്, ആ കാട്ടിൽ പോയിട്ട് പൗർണമി ദിവസം 7 കന്യാകുമാരി കുളിക്കാൻ വരും. അത് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ അവരെ പറ്റി വിവരമൊന്നുമില്ല. ഈ പൊട്ടിക്കിടക്കണ കുറെ ക്യാമറാസ് ആണ് അവിടുത്തെ പോലീസിന് കിട്ടിയത്. ആദ്യത്തെ ഫൂട്ടേജ് കണ്ടിട്ട് അവര് വരെ ഞെട്ടി എന്നാണ് പറയുന്നത്. സോ ഇത് പറയുമ്പോൾ ഫൂട്ടേജ് ബേസ്ഡ് ഫിലിം ആയതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡ്സ് നമ്മൾ ഇരുന്ന് കാണണം. അല്ലാതെ ടപ്പാന്ന് സ്കിപ്പ് ചെയ്ത് അടിച്ചു വിട്ടിട്ട് പടം കൊള്ളില്ല പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലൊരു സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബെറ്റർ ഇയർഫോൺ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സിനിമയാണ്. 2.25 മണിക്കൂർ എന്തുകൊണ്ട് ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ട് പോണ സിനിമയാണ്. ഈ യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവര് ക്യാമറയിൽ എടുക്കുന്ന വീഡിയോസ് ഒരു ഡോക്യുമെന്ററി പോലെയൊക്കെയാണ് കാണിക്കുക. പക്ഷെ അതിൽ ചില സ്കേറി സൗണ്ട്സും അതേപോലെ ജംപ് സ്കെയർസും ഉണ്ട്. കിട്ടില്ലനാണ്. 1-2 പെട്ട സാധനം തന്നെയാണ്. എനിക്ക് ബേസിക്കലി നല്ലൊരു എക്സ്പീരിയൻസ് അതാണ്. ഞാൻ ഇന്തോനേഷ്യൻ പടം കണ്ടിട്ടുണ്ട്, ഇസ്രായേലിൻ സിനിമ കണ്ടിട്ടുണ്ട്, സൈബീരിയൻ പടം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും അല്ല എന്ന് പറയുന്നവരെടുത്ത് ബേസിക്കലി എനിക്കൊന്നും പറയാനില്ല. ഇതൊരു ഇന്ത്യൻ സിനിമയാണ്, ഒരു തമിഴ് സിനിമയാണ്, ഒരു ലോ ബഡ്ജറ്റിലുള്ള തമിഴ് സിനിമയാണ്. അത്രയ്ക്ക് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഹോളിവുഡ് ലെവൽ സാധനം ഒന്നും പ്രതീക്ഷിക്കരുത്. പെർഫോം ചെയ്ത് എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു 15 to 20 മിനിറ്റ്സ് കുറച്ച് വെറുപ്പിക്കലാട്ടോ. ഈ വ്യാളി ചെറുക്കന്മാരും 2-3 പെണ്ണുങ്ങളും തമ്മിൽ നല്ല വെറുപ്പിക്കലായിരുന്നു. വൺസ് അവര് ആ ഒരു കാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കിടിലനാണ്. അതിൽ ഓരോരുത്തരെ കൊല്ലും. അത് ആദ്യം സിനിമ കാണുമ്പോൾ തന്നെ അവര് പറയേണ്ട ആരും കാണാനില്ല, അപ്പൊ എല്ലാരും തട്ടുന്നാണ് അതിന്റെ അർത്ഥം. അതിൽ ഓരോരുത്തരെ കൊല്ലുന്ന രീതിയൊക്കെ അടിപൊളിയാണ്. എനിക്ക് ബേസിക്കലി നല്ലോണം ഇഷ്ടപ്പെട്ട സിനിമയാണ്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അവര് റേറ്റഡ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനത്തെ ഈ വൾഗർ സീൻസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നല്ലൊരു പടം, വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ഒരു ഹൊറർ സിനിമ കാണണം എന്നുള്ളത്, നല്ലൊരു സൗണ്ട് സിസ്റ്റോ അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് ഇയർഫോൺസ് ഒക്കെ വെച്ച് കാണാൻ പറ്റിയ നല്ലൊരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എനിക്ക് അത്യാവശ്യം 1-2 ചാനലിലൊക്കെ ജംപ് സ്കെയർസ് ഒക്കെ വന്നു. പിന്നെ ഈ സ്കേറി സൗണ്ട്, ആ സൗണ്ടാണ്, ആ കാടിന്റെ സൗണ്ടും അതേപോലെ തന്നെ ഈ മറ്റേ ബ്ലാക്ക് മാജിക് ചെയ്ത ആ ഒരു സാധനം പിടിക്കാൻ വരുമ്പോഴുള്ള സൗണ്ട് ഒക്കെ നല്ല രസമാണ്. ടുവേർഡ്സ് ക്ലൈമാക്സ് ഒന്ന് പേടിപ്പിക്കുന്ന പോലെയൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. മർമർ ഈസ് അവൈലബിൾ ഓൺ ആമസോൺ പ്രൈം.